അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നിരാശയോടെ തൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോരുകയാണ് ഷാമിൽ. അതെ, തൻ്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ കാര്യമെല്ലാം എളാമയോട് പറയണം എന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷേ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയാലും നേരെ അതാ റസിയുടെ വീട്ടിലേക്ക് പോയി നോക്കാം. അതായത് എളാമയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക്. അങ്ങനെ അതാ ഷാമിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ എന്തായാലും അവരുണ്ടായിരിക്കും എന്നുറപ്പുണ്ട്. എന്നാൽ ഷാമിലിനെ ദൂരെ നിന്ന് തന്നെ മക്കൾ കാണുന്നു. ഇക്കാക്ക വരുന്നുണ്ട്. ഇക്കാക്കയോ? റസിയ ചോദിച്ചു. ആ, ഞങ്ങൾ ഇക്കാക്ക വരുന്നുണ്ട്. അവർക്ക് ഒത്തിരി സന്തോഷമായി. അവൾ ഇക്കാക്കയുടെ അടുക്കലേക്ക് അവർ രണ്ടുപേരും ഓടിച്ചെന്നു. ഇക്കാക്ക, മക്കളെ എവിടെ? നിങ്ങളുടെ ഉമ്മച്ചി എവിടെ? എളാമ എവിടെ? എൻ്റെ വീടൊക്കെ പൂട്ടി ഇവിടെ വന്ന് നിന്നത് ഒറ്റയ്ക്ക് പേടിയായിട്ടാണോ? ഞാൻ ഉപ്പനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതല്ലേ. ഇക്കാക്ക, എവിടെ ഉമ്മച്ചി? ഉമ്മച്ചി ടൂറ് പോയതാണ്. ടൂറോ? പഠിച്ചോനെ, ഉപ്പാക്ക് സുഖമില്ലാത്ത ഒരു അവസ്ഥയിൽ ടൂറ് പോവേ. എന്താ റബ്ബേ ഇവരുടെയൊക്കെ കഥ? അവൻ മനസ്സിൽ വിചാരിച്ചു. ടൂറ് പോയതാണ്. എങ്ങോട്ട്? അത് കുടുംബശ്രീന്ന് പോയതാണ്. കുടുംബശ്രീന്ന് എത്ര ദിവസത്തിന്? ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞു. ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു ഷോക്കായി. എളാമ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ബാപ്പ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും മക്കളെടുത്ത് നിൽക്കുകയല്ലേ വേണ്ടത്. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയില്ല റബ്ബേ. മക്കളെ വരി, നമുക്കിന്ന് വീട്ടിലേക്ക് പോകാം. അത് ഇക്കാക്ക, ഞങ്ങളുടെ ഉമ്മ ഇവിടുന്ന് എങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിരിക്കണ്. ഇവിടെ നിൽക്കാൻ പറഞ്ഞതാണ്. എന്നാൽ അപ്പോഴേക്കും റസി അങ്ങോട്ട് വന്നു. ആ, ഇതാരാ? ഷാമിലോ? മോനെ ഇട് കയറിക്കോ. ഇത്ത, ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ മക്കളെയും എളാമയും കാണാത്തപ്പോൾ അന്വേഷിച്ച് വന്നതാണ്. അല്ല, എങ്ങനെയുണ്ട് ഉപ്പയുടെ അവസ്ഥ? ഉപ്പാക്ക് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അവിടെ റാഹത്ത് തന്നെയാണ്. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ റെഡിയാവും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഞാൻ ഗൾഫിലേക്ക് പോകണം. ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ക്യാഷ് വരും. അപ്പോൾ പെട്ടെന്ന് പോകണം. അതിനൊക്കെ വേണ്ടി വന്നപ്പോൾ എന്താ ചെയ്യുക? എപ്പോഴാണല്ലോ എളാമ്മ വരിക എന്നാവല്ലേ? എളാമ്മ ഇന്നോ നാളേക്ക് എത്തുന്ന പറഞ്ഞത്. അല്ല, ഈ കുടുംബശ്രീന്ന് എന്ത് ടൂറാണത്? അതവർ കുടുംബശ്രീത്തെ ആളുകളെല്ലാവരും കൂടിയിട്ട് ബസ്സിൽ ഒരു ടൂറ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോയത്. ഓ, പിന്നെ എൻ്റെ ഉമ്മ പരമാവധി പറഞ്ഞോ ഈ പോക്ക് പോവണ്ട എന്നുള്ളത്. പക്ഷേ അവർ നിന്നില്ല. എന്തിപ്പോൾ ചെയ്യുക? അങ്ങനെ അങ്ങനെയുണ്ട്. എളാമാൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കുകയല്ലേ. റസിയുടെ ആ ഒരു വാക്ക് കേട്ട് ഷാമിലിന് അത് വല്ലാത്തൊരു ടെൻഷനായി മാറി. മക്കളെ, അവരിവിടെ നിന്നോട്ടെ ഷാമിൽ. പിന്നെ ഞാൻ വിളിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഇന്ന് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം, അതല്ലെങ്കിൽ നാളെ കേട്ടോ. അപ്പോൾ തന്നെ അത് റസിയ എളാമക്ക് വിളിക്കുന്നു. എളാമയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഓ, ആരപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിളിക്കണത്? ഉഫ്, റസിയ എന്തിനാ ഈ വിളിക്കണത്? ഹലോ. ആ, അതെ എളാമ, എപ്പോഴും നിങ്ങൾ വരിക? എന്താ മക്കളെ നോക്കി മടുത്തോ? എനിക്ക് ഇത്ര പെട്ടെന്ന്? മക്കളെ നോക്കിയല്ല, ഷാമിൽ വന്നിട്ടുണ്ട്. ഷാമിൽ വന്നോ ഇത്ര പെട്ടെന്ന്? അപ്പോൾ ചികിത്സിക്കാൻ പോയതെന്ന് പറഞ്ഞിട്ട് ഷാമിൽ വന്നിക്കണ്. അപ്പോൾ അവന് പെട്ടെന്ന് ഗൾഫിൽ പോകണമെന്നോ, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കണം. നിങ്ങൾ എന്ന് വരുന്നോ? നാളെ? ഓ, മറ്റന്നാൾ വരാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴതിന് മുമ്പ് വന്നോ? അതെ, ഓനോട് തിരിച്ച് പെങ്ങൾ വീട്ടിലേക്ക് പോകാൻ പറയും. ഞാൻ നാളെ മറ്റന്നാളൊക്കെ എത്തുള്ളൂ ചിലപ്പോൾ. ആ, എന്നായിക്കോട്ടെ. റസിയ ഫോൺ കട്ട് ചെയ്തു. അത് കേട്ടുകൊണ്ട് അവളുടെ ഉമ്മ വന്നു. എന്താടി പറഞ്ഞത് സുലൈക്ക? അത് നാളെ മറ്റന്നാൾ ചിലപ്പോൾ എത്തുള്ളൂ. അപ്പോൾ എന്തൊരു ടൂറാ അത്? ഒരു ദിവസം 2 ദിവസം ഒന്നല്ലേ? ഓ, വല്ലാത്തൊരു കുടുംബശ്രീ ടൂർ തന്നെയാണല്ലോ ഇത്. എന്നാൽ അത് ഷാമിൽ കേട്ടു. ഞാൻ എന്നാൽ ഇറങ്ങുകയാണ്. കാരണം നാളെ മറ്റന്നാളൊക്കെ വരെ ഇതെന്താ 2-3 ദിവസമൊക്കെ? എളാമയുടെ കാര്യത്തിൽ ശരിക്കും അവന് എന്തൊക്കെയോ തോന്നിപ്പോയി. കാരണം
എൻ്റെ ഉപ്പ എൻ്റെ പിതാവിനെ കൊല്ലാൻ വേണ്ടി വരെ അവർ ശ്രമിക്കുന്നു. വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാതെ. ഇപ്പം അവരവരുടെ ഇഷ്ടത്തിന് കുടുംബശ്രീ വഴി ടൂറ് പോയതാണത്രേ. 3 ദിവസത്തിനും 4 ദിവസത്തിനൊക്കെ. അതും ഈ മക്കളെ വിട്ടിട്ട്. എൻ്റെ പെങ്ങന്മാരാണ്, അവരെ സംരക്ഷിക്കൽ എൻ്റെ കൂടി ബാധ്യതയാണ്. പഠിച്ചവനെ, മക്കളെ ഇവിടെ ഇങ്ങനെ വിടുന്നതും ശരിയല്ലല്ലോ. ഇവർ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എൻ്റെ പെങ്ങളെ എൻ്റെ ഉപ്പാൻ്റെ മക്കൾ തന്നെയല്ലേ. അപ്പം ഞാനായിട്ട് ഇവരെ സംരക്ഷിക്കണം, അത് എൻ്റെ ബാധ്യതയാണ് എന്ന് വിചാരിക്കുകയാണ് ഷാമിൽ. മക്കളെ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? മോനെ, ഈ സമയത്ത് ഇനി കൊണ്ടുപോകണ്ട. കാരണം ഇനിയിപ്പോൾ അവളില്ലാതെ അങ്ങോട്ട് കയറി ചെല്ലാന്ന് വെച്ചാൽ മോനൊന്ന് പുറത്തിറങ്ങേണ്ടിക്ക് വരുമ്പോൾ പെൺകുട്ടികളല്ലേ, ഒന്നുമില്ലെങ്കിലോ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. മോനെ, ഓലെ കാര്യത്തിൽ മോൻ വിഷമിക്കണ്ട. മോൻ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ മോന് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പോവുകയും ചെയ്തോ. ശരിക്കും ഷാമിലിന് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, എളാമ ചെയ്യുന്ന ആ ഒരു ക്രൂരതകൾ പഠിച്ചോൻ ആ മക്കളെ നോക്കി അവിടെ ഇരിക്കല്ലേ വേണ്ടത്. ഇത് ഇത്രയും ദിവസം ടൂർ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു തന്നെയല്ലേ. ശരിക്കും എളാമയുടെ കാര്യത്തിൽ അവനാകപ്പാട് ടെൻഷനാണ് തോന്നിയത്. എന്നാൽ ശരി, ഞാൻ അങ്ങ് പോയി നോക്കട്ടെ. മക്കളെ, ഇക്കൊക്കെ പോവുകയാണോ? അവർക്ക് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. മക്കളെ, ഇത് കഴിച്ചോളേ. കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളും എല്ലാം അതിൽ പെട്ടിരുന്നു. ഇക്കാക്ക് പോയിട്ട് വരാം കേട്ടോ. എന്തെന്നെ വിളിക്കണം കേട്ടോ. ശരിക്കും ആ മക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് വല്ലാത്ത സങ്കടം വന്നു. റബ്ബേ, പാവം മക്കൾ. ആ മക്കളൊക്കെ ഇട്ടിട്ട് ടൂറ് പോവാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഉമ്മയും ബാപ്പയും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും ശരിയല്ലല്ലോ. അവൻ നിരാശയോടെ അതാ നേരെ മുത്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. മുത്തു അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ വിളിച്ചിരുന്നു. ആയ് ഷാമിൽ, വാ വാ മോനെ, ഇവിടെ ഇരിക്കേ. മുത്തു, എടാ, വീട്ടിൽ പോയിട്ടൊന്നും കാര്യമില്ല, അതേ അങ്ങോട്ട് വന്നത്. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമാണ്, നമുക്കിവിടെ നിൽക്കാം. ഷാമിൽ, ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ പഠിച്ചൊങ്ങ് തന്നില്ല. എന്നാൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നടാ എനിക്ക് താങ്ങായും തണലായി എപ്പോഴും. എന്നാൽ എൻ്റെ ഉമ്മയുടെ മരണം കൂടി ആയപ്പോൾ എനിക്ക് ആകെപ്പാട് ജീവിതം മടുത്തു പോയതുപോലെ. ആരുമില്ല, എന്താ ചെയ്യുക? ഒരിക്കലും വിഷമിക്കേണ്ട മുത്തു, നിങ്ങളെ കാര്യം ഞാൻ ശരിയാക്കി തരാം. എന്നാൽ റസിയ ഒരിക്കലും നിന്നെ മറന്നിട്ടുണ്ടാവില്ല. അവളുടെ മനസ്സിൽ അതടാ കിട്ടാനൊന്നും ചാൻസില്ല. റസിയ ഇപ്പോൾ പക്വതയുള്ള ഒരു പെണ്ണായി മാറിയിരിക്കുന്നു, പഴയ പോലെയൊന്നല്ല. അതിനെന്താ, മനസ്സിൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടാവും. അത് എത്ര പ്രായമായാലും ഒരു കാലത്ത് പ്രേമം തോന്നിയവരോട് പിന്നീട് അത് അവരെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്താ ഷാമിലെ, എടാ, അതൊന്നും നടക്കൂല. സാരല്ല, ഒറ്റപ്പെട്ടുള്ള ജീവിതം, ഇതിൽ നിന്ന് മാറണം. ഒരിക്കൽ പോലും ഒറ്റയ്ക്കല്ല. കാരണം നിന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടവിടെ, റസിയ. ആ റസിയെ മുത്ത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വൈകാതെ തന്നെ ഇത് പെട്ടെന്ന് നടത്താം. അല്ലാ, ആ എളാമ്മ, എൻ്റെ അമ്മോ, ആലോചിച്ചൂടാ. ആ എളാമ്മ ആളെ വിട്ടെന്നെ തല്ലിച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഭയമാണടാ, ഇനിയൊരു പക്ഷേ അവളെ ഉപദ്രവിക്കും. ഓ, അത് വല്ലാത്തൊരു സാധനം തന്നെയാണ്. എളാമ്മ ഇവിടെ അല്ലല്ലോ, ടൂർ പോയതല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ എത്തുമല്ലോ. ഇതൊക്കെ അറിയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒറ്റപ്പെട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായും. അല്ലോ, അത് വേണ്ട. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ പെണ്ണിനെ നോക്കാം. ഗൾഫിലേക്ക് വിസ എടുത്ത് പോവുക, അവളെയും കൊണ്ടുപോവുക. അവളുടെ ഉമ്മാക്ക് സമ്മതമാണെന്ന് പറഞ്ഞു, ഗദ്ദാമിയായിട്ട് അറബി വീട്ടിൽ നിൽക്കാൻ പോകാനൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നടത്തി തരാം കേട്ടോ. ഷാമിൽ മുത്തുവിനോട് പറഞ്ഞപ്പോൾ മുത്തുവിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പ്രകാശം ഉണ്ടായതുപോലെ അവന് തോന്നി. അത് തൻ്റെ ജീവിതത്തിൽ, പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിലേക്ക് ഷാമിൽ വരുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. ഷാമിൽ വന്നു കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു സന്തോഷവുമാണ്. എന്തെങ്കിലും സന്തോഷ വാർത്തയായിട്ടാണ് അവൻ വരാറുള്ളത്. എന്നാൽ ഈ സമയം അതാ സുലൈഖയും ഷൗക്കത്തും അവരവരുടെ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഷൗക്കത്തെ, ഇനി എന്നെ ഉപേക്ഷിക്കുമോ? ഏയ് ഇല്ല, വൈകാതെ തന്നെ നമുക്കൊന്ന് ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യണം. അതല്ല, അപ്പോൾ ഒരു ഭർത്താവുള്ള സമയത്ത് അതൊക്കെ ഇപ്പോൾ ആര് നോക്കണേ?
അതൊന്നും ഉണ്ടാവില്ല. വൈകാതെ ഞാൻ നിന്നെ അങ്ങ് സ്വന്തമാക്കും. എന്താ, എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടാത്ത പലതും നീ എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ സ്വന്തമാക്കിയിട്ടേ അടങ്ങൂ. എന്നാൽ പാവം സൗദിയും മക്കളും, അവർക്ക് ഒരു സമാധാനവുമില്ല. ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഉമ്മച്ചി, ഉപ്പച്ചി എന്താ വരാത്തത്? മക്കളെ, അറിയില്ല. ആ, അവരെവിടേക്ക് കാണല്ലേ? അവർ ടൂറ് പോയതല്ലേ, നല്ലോണം ആസ്വദിക്കട്ടെ ഉപ്പച്ചി. എന്നാൽ അതിനിടയ്ക്ക് അവൾക്ക് പ്രഷർ കുറയുകയും ഛർദി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൈകാലുകൾ തളരുന്ന പോലെ. ആ, ഉമ്മച്ചി എന്തു പറ്റി? അതെ, മക്കൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ അത്യധികം തളർന്നു പോയി അവൾ. കഴിയുന്നില്ല. തൻ്റെ ഭർത്താവ്, പ്രിയപ്പെട്ട ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ ആലോചിച്ചു പോയി. മക്കളെ, ഉപ്പച്ചിയൊന്ന് വിളിച്ച് തരി. അപ്പോൾ തന്നെ അവരുടെ ഉപ്പച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഉപ്പച്ചിയുടെ നമ്പർ സ്വിച്ച് ഓഫാണ്. അല്ല, എന്തത് സ്വിച്ച് ഓഫ്? എവിടെയാണ് റബ്ബേ? ഒരു സ്നേഹിതന്മാരുടെ നമ്പർ പോലും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അതെ, കരുതിക്കുട്ടി സ്വിച്ച് ഓഫ് ആക്കിയത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ആരും കയറി വരാതിരിക്കുവാൻ വേണ്ടിയിട്ട്. അവൾ കണ്ണീരോടെ ആ ഫോണിലേക്ക് നോക്കി. ഇക്ക, ഈ ഗർഭിണിയായ സമയത്ത് എന്നെ എന്തിനങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിലും ഈ ഒരു സമയത്ത് എന്നെ അവിടെ ഇട്ട് ടൂറ് പോവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക്, അല്ലെങ്കിൽ ഗർഭസമയത്ത് എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളാണ്. എപ്പോഴും സുഖമില്ലാതാവലും ഗ്ലൂക്കോസ് കയറ്റലും കൊണ്ടുവരലും അങ്ങനെയൊക്കെ തന്നെ. ഇതിനും അതുപോലെ തന്നെ. എന്നാലും എൻ്റെ ഇക്കാക്ക് കഴിയുന്ന പോലെ ഞാനെല്ലാം ചെയ്തു കൊടുക്കുമല്ല. ഇക്കാക്ക് എല്ലാം ചെയ്തു കൊടുക്കും. അതെ, ഭക്ഷണം ഉണ്ടാക്കലും വസ്ത്രം കഴുകി കൊടുക്കലും അദ്ദേഹത്തിന് ഫുഡ് വായിൽ വരെ വെച്ച് ഞാൻ കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ. അത്രയ്ക്കും സ്നേഹത്തോടെ നോക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ ഒരു തരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിട്ട് പോയില്ലായിരുന്നു. അവൾ കരഞ്ഞു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്തു. വീണ്ടും വിളിച്ചു ആ ഫോണിലേക്ക്. ഇപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ. കുറച്ച് ഗാംഭീര്യമായ സ്വരത്തിലാണ് അത് പറഞ്ഞത്. ഹലോ ഇക്ക. ഓ, എന്താ ഇക്ക? ഇക്ക എത്താനായോ? ഇതെന്താ ഇവിടെ കാണുന്നു വേണ്ടേ? ഇതേ ഇവിടുത്തെ അങ്ങാടിക്കൊന്നല്ല, കുറച്ച് ദൂരം പോ നിൽക്കണ്. ഇത്രയും ക്യാഷ് മുടക്കി ഒരു ദിവസത്തിന് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കണോ? ആഹാ, ബെസ്റ്റ്. എന്നാൽ തൊട്ടടുത്തായിട്ട് അതാ സുലേഖയുണ്ട്. സുലേഖയുടെ കൂടെ കിടന്നിട്ടാണ് അവനത് സംസാരിക്കുന്നത്. ഇക്ക, എനിക്ക് വയ്യ ഇക്ക. എൻ്റെ കൈകാലുകൾ തളരുന്നു. എനിക്ക് പ്രഷർ കുറയുന്ന പോലെ. ഓ, തുടങ്ങി. കാലാകാലം അസുഖം തന്നെയാണല്ലോ. നിനക്കിത് അരുവ് കൂടെ പോകുമ്പോൾ നമുക്കത് ക്ഷമിക്കാനും കഴിയൂല. മനുഷ്യ സ്വസ്ഥമായി 2 ദിവസത്തിനും കൂടി ടൂറ് പോന്നപ്പോൾ നീ ഒരു സമാധാനം തരുന്നില്ലല്ലോ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിക്കോ, ഒരു ഓട്ടോ വിളിച്ചിട്ട്. ഇക്ക, ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ലല്ലോ. ആ, അതൊക്കെ ശീലമാണ്, നല്ലതാണ്. അവൾ ഒന്നും മിണ്ടിയില്ല. അത് തൻ്റെ ഭർത്താവിനെന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും നിൽക്കുക സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. ഇക്ക, ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി. ഷെബിന വിതുമ്പിക്കരഞ്ഞു. അതെ, അല്ലെങ്കിൽ ഞാനെന്തിനാ ടൂറ് പോയവരെയൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അവരവിടെ എൻജോയ് ചെയ്യട്ടെ. അവൾക്ക് ആകെ പറ്റ അവശയായിരുന്നു. മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയുന്നില്ല, ഒന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആകെപ്പാടെ ഛർദ്ദിച്ച് കുഴങ്ങി അവൾ ആകെ ഇടങ്ങാറാകണ്. റബ്ബേ, എൻ്റെ മക്കൾ വീട്ടിലേക്ക് വിളിച്ചാലോ? വീട്ടിൽ ഉമ്മയില്ല. ഉമ്മ ഇല്ലാത്തതുകൊണ്ട് പോകാനും തോന്നൂല. പിന്നെ നാത്തുമാരൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നൊരു സുഖം കിട്ടൂലല്ലോ. ആ, ഇവിടെ തന്നെ ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ്. അതെ, എൻ്റെ നാത്തൂൻ്റെ ഭർത്താവ്, പെങ്ങളുടെ ഭർത്താവ്, അയാളത്ര ശരിയല്ല. അയാൾ കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. അയാൾ, പഠിച്ചോനെ, ഈ ഒരു സമയത്ത് വീട്ടിലേക്കൊന്നും വരാഞ്ഞാൽ മതിയായിരുന്നു റബ്ബേ. വന്നങ്ങോട്ടിരിക്കും, ചായയും വെള്ളമൊക്കെ കുടിക്കും, അവിടെ അങ്ങനെ ഇരിക്കും. എന്നെ വേറൊരു നോട്ടാണ് അയാൾക്ക്. എന്നോടൊരിക്കൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെ, അത് എനിക്ക് കേട്ടപ്പോഴേ പേടി തോന്നി. ഷെബിന, നിന്നെ കാണാൻ എന്തൊരു മൊഞ്ചാണ് പെണ്ണെ. പാവം,
ഇക്കാൻ്റെ പെങ്ങളെ ഒന്നും അറിയില്ലല്ലോ. ഇക്കാൻ്റെ പെങ്ങളെ ഭർത്താവിനാണ് ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ തോന്നുന്നത്. ഈ ഒരു അവസ്ഥയിൽ എങ്ങാനും പഠിച്ചവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവൾക്ക് ആകെ പേടിയായി. പക്ഷെ തൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് സമാധാനമായിരുന്നല്ലോ. എന്തൊക്കെ തന്നെയായാലും സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോൾ അവർ തരുന്ന കരുതലൊന്നും ഒരാൾക്കും തരാൻ കഴിയൂലല്ലോ. ആങ്ങളാരുടെ അടുത്തേക്ക് പോകാൻ തോന്നുന്നില്ല. അവർക്ക് അവിടെ പ്രാരാബ്ദങ്ങളും ഇതൊക്കെ ആയിട്ട് നിൽക്കുമായിരിക്കും. അതെ, അവർ ഭാര്യമാരും മക്കളും ഒക്കെ ആയിട്ട് ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. ഉമ്മ ഇപ്പം ഇല്ല. ആങ്ങളാരെ വീട്ടിലൊക്കെ എത്രയെന്ന് വിചാരിച്ചിട്ട് റബ്ബേ പോയി നിൽക്കുക? വേണ്ട, ഉള്ള വെള്ളം കുടിച്ച് ഇവിടെ നിൽക്കുക, അതായിരിക്കും നല്ലത്. എന്നാൽ ഈ സമയം അതാ അവിടെ സുലൈഖയും ഷൗക്കത്തും നല്ല വിലസിലാണ് വിലസുന്നത്. അവർ അവരുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ മക്കളെയോ കുറിച്ച് ഓർക്കുന്നില്ല. ശരിക്കും ഷബിൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഷബിൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരുന്നു. റബ്ബേ, എൻ്റെ മക്കൾക്ക് തുള്ളി വെള്ളം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അവൾ അതാ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ലാ, നേരെ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ അതാ കോളിംഗ് ബെൽ അമരുന്നു. അവളുടെ വയറിലൂടെ ഒന്നങ്ങ് കാളി. പഠിച്ചവനെ, ആരായിരിക്കും ഈ ഇക്കയില്ലാത്ത നേരത്ത്? അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഓ പഠിച്ചവനെ, അല്ലാ. പതുക്കെ വാതിൽ തുറന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അല്ലാ, അതെ, താൻ ഭയന്ന ആ ഒരു മുഖം. സൈനുൽ ആബിദ്. അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. സൈനുൽ ആബിദാണ് വന്നത്, പെങ്ങളുടെ ഭർത്താവ്. ഷബ്ന, എന്താ വാതിൽ തുറക്കാൻ ഒരു മടി? അയാളൊരു കൂസലും കൂടാതെ അത് നേരെ സിറ്റ് ഔട്ടിലേക്ക് വന്നിരുന്ന് അവിടെയുള്ള ന്യൂസ് പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഷബ്ന, എങ്ങോട്ടാ ഷൗക്കത്ത് പോയെന്ന് പറഞ്ഞ് ടൂറ് പോയിക്ക് എന്തൊക്കെ പറഞ്ഞിട്ടിരുന്നു? ഞാനവിടെ തറവാട്ടിലിങ്ങനെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ, ടൂറ്. എത്ര ദിവസത്തെ ടൂറാ? അത് ഇന്ന് വരുമായിരിക്കും. ഇന്നോ? 2-3 ദിവസം കഴിയുന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ പോയത്? അതെ, ശരിക്കും അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ആകപ്പാടെ പേടി തോന്നി. റബ്ബേ, അതൊക്കെ പറഞ്ഞ് ഇയാൾ വിട്ടൊഴിഞ്ഞ് പോവോ എനിക്കറിയുന്നില്ല. ഷബ്ന, എന്താ ഇവിടെ കുടിക്കാനുള്ളത്? ഞാൻ ചായ എടുക്കാം. അവൾക്ക് ഭയമാണ് അദ്ദേഹത്തെ. ചിലപ്പോൾ അകത്തേക്ക് കയറി വരും. സൈനുക്ക, അത് പറയുന്നതിന് പേടിയാണ്. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. എന്നാൽ തൊട്ടു പിന്നാലെ അതാ സൈനുൽ ആബിദീനും നടക്കുന്നു അവളുടെ പിന്നാലെ. ചായ ഉണ്ടാക്കാൻ പോയ അടുക്കളയിലേക്ക് അവളുടെ പിന്നാലെ അവനും പതുക്കെ നടന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.